8 GB റാം, 256 സ്റ്റോറേജ്, 108 മെഗാ പിക്സൽ ക്യാമറ, ഇതെല്ലാം കൂടെ ഉള്ള ഒരു കിടിലൻ ഫോണ് 15,000 രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സൂപ്പർ അല്ലേ? എനിക്കൊരു പുതിയ ഷൂ വാങ്ങണം. ഞാൻ അവിടെ ഇരുന്ന് അവനുമായിട്ട് ആ കാര്യം സംസാരിച്ചതേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോൾ അല്ലെ ഫേസ്ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ പരസ്യം കിടക്കുന്നു. അബദ്ധത്തിൽ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ അപ്പൊ തന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അതിന്റെ പരസ്യം വരും. ഒരു ലിപ്സ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞാൽ ഉടനെ 100 ലിപ്സ്റ്റിക്കിന്റെ പരസ്യമാണ് വരുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഡേറ്റ ചോരുന്നത്? നമ്മൾ പറയും ഫോൺ അടുത്ത് വെച്ച് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആളുകൾ വളരെ സിമ്പിളായിട്ട് വിചാരിക്കുന്ന അത്രയും ലാഘവത്തോടെ കാണാൻ പറ്റുന്ന നിസ്സാര ഒരു കാര്യമേ ഉള്ളൂ ഈ ഒരു ഡേറ്റ ചോർച്ച എന്നുള്ളത്. വണ്ടി ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് ഫോക്കസ് ഉണ്ടാവില്ല. സാധാരണ മര്യാദയ്ക്ക് ഇങ്ങനെ നോക്കി സംസാരിക്കുന്ന പരിപാടി പ്രാക്ടിക്കലി ഇപ്പൊ നടക്കൂല. അപ്പൊ അതിൽ ആദ്യമേ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോവാ. എങ്ങനെയാണ് നമ്മുടെ ഡേറ്റ ചോരുന്നത്? അല്ല, എന്തിനാണ് ആ ഡേറ്റ ഉപയോഗിക്കുന്നത്? അത് കിട്ടിയിട്ട് ആർക്ക് എന്താണ് ഉപയോഗം എന്നുള്ളത്. ലോണ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗസർ തുറന്നിട്ട് പേഴ്സണൽ ലോൺ എന്നൊന്ന് ടൈപ്പ് ചെയ്യുന്നു. ആ കമ്പനികളുടെ എല്ലാം പേര് നമ്മൾ കാണുന്നു. എന്നാ പിന്നെ പേഴ്സണൽ ലോൺ വേണ്ടാന്നും പറഞ്ഞ് ക്ലോസ് ചെയ്യുന്നു. 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കോള് വരും. നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ എന്തെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടോ, ഫണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു വിളിക്കും. നമ്മുടെ ഫോണിന്റെ ഇൻബോക്സ് നിറച്ച് പ്രീ അപ്രൂവ്ഡ് ലോൺ എന്നും പറഞ്ഞു വരാൻ തുടങ്ങും. 10 ലക്ഷം രൂപ നിങ്ങൾക്ക് അനുവദിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു ഓൺലൈൻ വെരിഫിക്കേഷൻ കൂടെ ചെയ്താൽ ഉടനെ നിങ്ങൾക്ക് പൈസയാന്നുള്ള രീതിയിൽ ഒരുപാട് കമ്പനിയിൽ നിന്ന് മെസ്സേജ് വരാൻ തുടങ്ങും. നമ്മൾ വിചാരിക്കുന്ന തരത്തിലല്ല, അതിനൊക്കെ ഏറ്റവും വലിയ സ്കാം ആണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചേ. ഇതൊക്കെ എവിടുന്നാ പോയത്? ആരാണ് മനസ്സിലാക്കിയത് നമുക്ക് ലോൺ ആവശ്യമുണ്ടെന്ന്? എനിക്ക് ലോൺ ആവശ്യമുണ്ട്, പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? എല്ലാ മനുഷ്യർക്കും പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എല്ലാരെയും വിളിക്കുന്നുണ്ടോ ഇവര്? ഇല്ല. നമ്മളെ എങ്ങനെയാണ് അവർ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ XOR എന്റെ ഒരു ഫ്രണ്ടിനോട് പറയുന്നു, ഇപ്പൊ ഞാൻ ആ ഫോൺ വിളിച്ചിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ അടുത്തടുത്ത് ഇരുന്നിട്ട് സംസാരിക്കുന്നു. വൈകിട്ടെന്താ പരിപാടി? ഇന്ന് ഫ്രീ അല്ലേ, നമുക്കൊരു ബിയർ അടിക്കാൻ പോയാലോ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഉപഭോക്താവാകുന്നു. ആവശ്യക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏതൊരു ബിസിനസ്സിലും. ഞാൻ സാധാരണ പോകാൻ ചാൻസ് ഉള്ള എന്റെ റേഡിയസിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഞാൻ നവരത്നയിലായിരിക്കും പോകാൻ പ്ലാൻ ചെയ്യുക. ഈ ഉപഭോക്താവിനെ കണ്ടെത്താൻ വേണ്ടി ഒരു ഏജൻസി ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. പൈസ കൊടുത്ത് ആർക്കൊക്കെ ബിയർ ആവശ്യമുണ്ടെന്ന് അറിയാൻ പറ്റുമെന്നും വിചാരിക്കും. ഒരു പരസ്യം എനിക്കിടുന്നു, ഇന്നത്തെ ഓഫർ 2 ബിയറിന് 1 ബിയർ ഫ്രീ. Well, that's it. Our 3 minutes are up. You definitely need to watch part 2 for this story. It is a crazy story about data robbery. Thank you so much for watching.